നമസ്കാരം, ജയനാണ് റാസൽ കൈമെന്ന്. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പുഷപ്പാണ്. പുഷപ്പ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്? അതായത് കുറച്ച് ഭാഗം, അതായത് ഈ ഭാഗം നമ്മൾ പൊന്തിയിരിക്കണം. നമ്മുടെ ഫുള്ള് ബോഡിയുടെ ലോഡ് ഭാഗം, അതായത് ലോഡ് ഭാഗം നമ്മുടെ തല മാത്രം പോകും. അപ്പൊ നമ്മുടെ ഹിപ്പിലേക്ക് വരും. ഹിപ്പ് ജോയിന്റ് എവിടെയാണ് ലോഡ് വരുന്നത്? ഹിപ്പിലേക്ക് ലോഡ് വരുന്നു. അത് നമ്മുടെ ജോയിന്റിനെ തകർക്കും. അപ്പൊ എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്? കടാ, നമ്മൾ പ്രോപ്പറായിട്ട് പുഷപ്പ് അടിക്കുന്നു. നമസ്കാരം, ജയനാണ് റാസൽ കൈമെന്ന്. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പുഷപ്പാണ്. പുഷപ്പ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്ന് എല്ലാവർക്കും അറിയാം. പുഷപ്പ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ചില നമ്മൾ കാര്യങ്ങൾ പറയുന്നതാണ്. അതായത് പുഷപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഗുണം ഉണ്ടാവുക നമ്മുടെ ബോഡിക്ക് എന്ന് പറയുന്നത്. പല ആൾക്കാരും പല രീതികൾ പുഷപ്പ് ചെയ്യുന്നുണ്ട്. തെറ്റ് നമ്മൾ പഠിച്ചിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അത് ശരിയായി പഠിച്ചു കഴിഞ്ഞാലാണ് അത് നമുക്കൊരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് പുഷപ്പ്, എങ്ങനെയാണ് നമ്മൾ നെക്കൽ പുഷപ്പാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. നെക്കൽ പുഷപ്പ് പല ആൾക്കാരും 500, 1000 ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ പ്രോപ്പറായിട്ട് പുഷപ്പ് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളും അതെങ്ങനെ ചെയ്യാനുള്ളതിൻ്റെ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ നെക്കൽ പുഷപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുഷപ്പിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. നമ്മൾ നെക്കിൽ കണ്ട ഈ 2 നെക്ക് നമ്മൾ ഇപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. അതായത് ഇങ്ങനെ പെരുത്തി വെക്കാണ്ടിരിക്കുക. അപ്പോൾ അതായത് കുറച്ച് ഭാഗം, അതായത് ഈ ഭാഗം നമ്മൾ പൊന്തിയിരിക്കണം. നമ്മുടെ ഫുള്ള് ബോഡിയുടെ ലോഡ് ഭാഗം, അതായത് ലോഡ് ഭാഗം നമ്മുടെ അതായത് ഈ 2 നെക്കിൽ വരണം. അപ്പോൾ നമ്മുടെ ചെസ്റ്റിനേക്കാളും വൈഡ് വെക്കരുത്. ചെസ്റ്റിന്റെ ലെവൽ ഇപ്പൊ എൻ്റെ ചെസ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ എൽബോ ഇല്ലേ, അതായത് ഈ എൽബോന്റെ ലെവലിൽ വെച്ചാൽ മതി. അതാണ് എൻ്റെ ചെസ്റ്റിന്റെ അളവ്. അപ്പോൾ ഇത്ര വെച്ചാൽ മതി. നമ്മുടെ ബോഡി ഇത്ര വെക്കുക. കണ്ട, ഇത്ര വെച്ചിട്ട് നമ്മുടെ കാല് രണ്ടും പ്രോപ്പറായിട്ട് ഒരേ ലെവലിലേക്ക്, അതായത് ഒരു ലെവലിലേക്ക് ഇങ്ങനെ വെക്കുക. കാലിന് ലോഡ് കൊടുത്ത് നേരെ നിന്ന് കട ഇത്ര ഇതിൽ നിന്നു കട ഇങ്ങനെ നിൽക്കരുത്. നേരെ ചെസ്റ്റ് നമ്മുടെ ഫ്രണ്ടിലേക്കും നിൽക്കരുത്. കട പാരലായിട്ട് നിൽക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ അതായത് കൈ വെക്കുന്നതും നമ്മുടെ കാലിൻ്റെ പൊസിഷനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൈ വെക്കുന്നതും കാലിൻ്റെ പൊസിഷനും. എന്നാലും നമ്മുടെ ബോഡിയുടെ അതായത് വെയിറ്റ് ഷോൾഡറിലേക്ക് വരുള്ളൂ. ഷോൾഡറും ലെഗും പാരലായിട്ട് നിന്നാൽ മാത്രം പ്രോപ്പറായിട്ട് വെയിറ്റ് വരുള്ളൂ. അല്ലാണ്ട് നമ്മൾ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് പുഷപ്പ്. നമുക്ക് ചെയ്യാണ്ടായി കഴിഞ്ഞാൽ, അതായത് പറ്റാണ്ടായി കഴിഞ്ഞാൽ ചെയ്യുന്നത് വേണ്ട, തല മാത്രം പോകും. അപ്പോൾ നമ്മുടെ ഹിപ്പിലേക്ക് വരും. ഹിപ്പ് ജോയിന്റിലേക്ക് വന്ന് നമുക്ക് നടുവേദന, അതായത് നട്ടെല്ല് അങ്ങനത്തെ സാധനത്തിനൊക്കെ കേടാവും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വേണ്ട ഈ 2 പ്രോപ്പറായിട്ട് ഇതും കുത്തി നമ്മുടെ കാലിൻ്റെ 2 ഇത്ര വൈഡ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല, അതും തെറ്റല്ല. പക്ഷെ ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. കണ്ട, അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ചെസ്റ്റ് ഫുള്ള്, അതായത് നമ്മുടെ എൽബോ ലോക്ക് ആവണം. എൽബോ വൈഡായി പോകരുത്, മനസ്സിലായ? എൽബോ ലോക്ക് ആവണം. ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ നോക്കിയൊക്കെ കണ്ട, ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിൽക്കുക. കണ്ട, അപ്പോൾ എൻ്റെ എൽബോ വൈഡായി പോകുന്നു. ഇതൊരിക്കലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 50 അങ്ങനത്തെ കുറച്ച് എണ്ണങ്ങൾ അടിക്കുമ്പോൾ ചെയ്യാൻ പറ്റാണ്ടാവും. കാരണം നമ്മുടെ ഫുൾ ലോഡ് എൽബോയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫുള്ള് എൽബോ ആൻഡ് ജോയിൻറ്റും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാണ്ടാവും. നമ്മുടെ ഷോൾഡർ ആകെ വേദനയൊക്കെ ആവും. അപ്പോൾ ഫുള്ള് ബോഡിയുടെ വെയിറ്റ് ശരീരത്തിൽ ലെഗ് തൊട്ട് ഷോൾഡർ വരെയുള്ള പാരലായിട്ട് ഒരു ബ്രിഡ്ജ് പോലെ വരികയാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പുഷപ്പ് ചെയ്യാൻ പറ്റും. ആണോ? അപ്പോൾ ഞാനൊരു ബ്രിഡ്ജ് പോലെയാണ്. ഒരു ബ്രിഡ്ജ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഒരു ബ്രിഡ്ജ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോഡ് അവിടേക്ക് വരിക, ബാക്ക് ഭാഗത്തേക്ക് വരിക. അപ്പോൾ പുഷപ്പ് ഇങ്ങനെ ചെയ്യണം. വേണ്ട,
പുഷപ്പ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ എവിടെയാണ് ലോഡ് വരുന്നത്? ഹിപ്പിലേക്ക് ലോഡ് വരുന്നു. അത് നമ്മുടെ ജോയിന്റിനെ തകർക്കും. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്? കണ്ടാ, നമ്മൾ പ്രോപ്പറായിട്ട് പുഷപ്പ് അടിക്കുമ്പോൾ നോക്കുക. കണ്ടാ, നേരെ നിന്നു, ഇങ്ങോട്ട് നോക്കി. കണ്ടാ കണ്ടാ 1, കണ്ടാ എൽബോ ലോക്കായി. കണ്ടാ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. കണ്ടാ, ഇപ്പൊ കണ്ടില്ലേ? ഫുൾ ബോഡിയിലേക്ക് പവർ കൊടുക്കുക. പിന്നെ റോങ് ചെയ്യാണ്ടിരിക്കുക. കുറെ ആൾക്കാർ 500 പുഷപ്പ് വരെ നമ്മൾ ചെയ്യുന്നു പറയുന്നുണ്ട്. എങ്ങനെ ചെയ്യണമെന്ന് നോക്കി നോക്കുക. അവർ ഇങ്ങനെ ചെയ്യണം. കണ്ടാ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ നമുക്ക് 1000 വേണമെങ്കിൽ ചെയ്യാം. ഇത് ശരിയാണോ? ഇത് പുഷപ്പാണോ? അല്ല. നമ്മൾ പുഷപ്പ് ചെയ്യുമ്പോൾ നേരെ അടിച്ച് കണ്ടാ, നേരെ നിന്ന് ഭൂമിയിൽ ടച്ച് ചെയ്യുക. നേരെ നോക്കുക, അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക. ഇതാണ് പുഷപ്പ്. എൽബോ മടക്കണം, താഴെ വന്ന് എൽബോ നീർത്തണം ഷോൾഡറിൽ. ഇതാണ് പുഷപ്പ്. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇങ്ങനെയാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് റോങ് ചെയ്തിട്ട് 1000, 2000 പുഷപ്പൊക്കെ അടിച്ചിട്ട് ഗിന്നസ് ബുക്ക് റെക്കോർഡ് എടുത്തിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായ? ഒരു ഫൈലില്ല ശരീരത്തിന്. അപ്പോൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇതുപോലെ പഠിപ്പിക്കുക കുട്ടികളെ. നിങ്ങൾക്ക് ഗുണം കിട്ടുള്ളൂ. അപ്പോൾ തെറ്റ് പഠിക്കാണ്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാവുന്ന സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.